ജന്മനക്ഷത്രങ്ങൾ 27 എണ്ണമാണ്. ഇനി പറയാൻ പോകുന്നത് സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിന്റെ സ്വഭാവ വിശേഷങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയമനുസരിച്ച് നക്ഷത്രഫലങ്ങളിലും സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലെ പ്രധാന പങ്ക് അവന്റെ കുടുംബവും ചുറ്റുപാടുമാണ്. 3-ാം സ്ഥാനം മാത്രമേ ജന്മനക്ഷത്രങ്ങൾക്ക് പങ്കുള്ളൂ. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ കാണാൻ ചന്തമുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാർ കൂടുതലും വട്ടമുഖമുള്ളവരായിരിക്കും. പൊതുവെ ഇവർ വിവാഹ ജീവിതത്തോട് സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കാനും പെട്ടെന്ന് തീരുമാനമെടുക്കാനും ഒക്കെ ഉള്ള സ്വഭാവമുള്ളവരാണ് ഇവർ. എത്ര ശ്രമിച്ചാലും ഇവരെ നന്നാക്കാൻ കഴിയില്ല. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചുനിന്ന് അപകടം ക്ഷണിച്ചു വരുത്തും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ പിടിവാശി കൂടുതലുള്ളവരാണ്. മേധാവിത്വ സ്വഭാവമുള്ള ഇവർ നിസാര പ്രശ്നങ്ങൾക്ക് പോലും ഭർത്താവുമായി പിണങ്ങും. അതുകൊണ്ട് ഒരു കുടുംബവുമായി ഒത്തുപോകാത്തവരും സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. മനസ്സിന് ചാഞ്ചാട്ടമുള്ള ഇവർ മാതാപിതാക്കളെ സംരക്ഷിക്കും. സ്വയം പുകഴ്ത്തുന്ന സ്വഭാവക്കാരാണ് ഇവർ. ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർക്ക് തൻ്റേടി എന്ന പേര് ലഭിക്കുന്നു. ഏത് കാര്യത്തിലും ഇടപെട്ട് ആളാകുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് കലാപരമായി താല്പര്യമുണ്ടായിരിക്കും. അവർ താമസിക്കുന്ന വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഇവർക്ക് എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതിനും അത് ഭവനത്തിൽ അലങ്കരിച്ചു വെക്കുന്നതിലും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളോട് കമ്പവും കൂടുതലായിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഇവർക്ക് സമൂഹത്തിൽ സ്ഥാനവും അംഗീകാരവും ലഭിക്കും. ഒരു കാര്യം പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം അതിനുവേണ്ടി തുനിയുന്ന ഇവർക്ക് വലുതായി വരുന്ന തടസ്സങ്ങൾ മാറിപ്പോകും. അത് മംഗളമായി ഭവിക്കും. വിരോധികൾ മിത്രങ്ങളായി ഭവിക്കും. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ഈശ്വര വിശ്വാസികളായിരിക്കും. ഇവർ കുടുംബസ്നേഹമുള്ളവരും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവർ സമ്പാദ്യശീലമുള്ള സ്ത്രീകളായിരിക്കും. വളരെ വികാരപരമായി പെരുമാറുന്ന ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവരുടേതായ ഭാവന കലർത്തി മാത്രം സംസാരിക്കുക എന്നതാണ്. ആകർഷകമായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുകയും ഏത് തൊഴിലും ആത്മാർത്ഥമായി മനസ്സിരുത്തി ചെയ്യുകയും ചെയ്യും. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷകമായ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും. ആഭരണത്തോട് കമ്പമുള്ള ഇവർക്ക് സ്ത്രീകളുടെ സംഘടനകളിൽ നേതൃത്വസ്ഥാനം വഹിക്കാൻ കഴിയും. ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത സ്വന്തം വീട്ടിലേതുപോലെ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭവനവും സ്വന്തം ഭവനമായി കരുതി സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും എന്നതാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൃത്യമായി പാലിക്കുന്ന കൂട്ടരാണ് ഇവർ. ഇത്തരം സ്ത്രീകൾ സൗമ്യ മനസ്സിനുടമയായിരിക്കും. യാത്ര ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ശാരീരിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ആഡംബരങ്ങൾ ഇഷ്ടപ്പെടുന്നവരും കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യാൻ കഴിവുള്ളവരും കണക്കിൽ കണിശക്കാരുമായിരിക്കും. തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാരായ സ്ത്രീകൾ കൗശലബുദ്ധിയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവരും എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നവരുമായിരിക്കും. ആരോഗ്യ സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. അവർ ആതിര, ആർദ്ര എന്നീ പേരുകളിൽ അറിയപ്പെടും. ഈ പേരുകളിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് പുറമെ മറ്റേതെങ്കിലും ഒരു തൊഴിലിൽ വിദഗ്ധരായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ ദേവത രുദ്രനാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ എത്ര കഷ്ടപ്പെട്ടാലും വിജയിപ്പിക്കും. ഇഷ്ടജനങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം കൊണ്ട് മറ്റുള്ളവർ ഇവരെ സഹായിക്കാൻ തൽപരരുമാണ്. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ ദൈവഭക്തി ഉള്ളവരാണ്. ഇവർ തർക്ക സ്വഭാവമുള്ളവരാണ്. ഇതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായി തർക്കിക്കും. എന്നാൽ പുറത്തുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും. പൊതുവെ പുണർദം നക്ഷത്രക്കാർക്ക് നല്ല ഭർത്താവിനെ ലഭിക്കും. 27 വയസ്സിന് ശേഷമുള്ള വിവാഹമായിരിക്കും ഉത്തമം. ഭർത്താവിനോട് അടുപ്പം സൂക്ഷിക്കുന്ന ഈ നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിക്കാൻ സന്നദ്ധരാണ്. വിനയം, സൗമ്യത, പെട്ടെന്ന് പിടികൊടുക്കാത്ത സ്വഭാവം, കല, സാഹിത്യാദികളിൽ കമ്പം, കൂടുതൽ ഉന്നത സ്ഥാനത്തിനു വേണ്ടി അത്യാഗ്രഹം കൂടുതലും, നേടിയെടുക്കാനുള്ള കഴിവും ഉരുളയ്ക്കുപ്പേരി എന്ന കണക്കിൽ മറുപടി കൊടുക്കാനുള്ള കഴിവും ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ്. പൂയം നക്ഷത്രം.
പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കർക്കശ സ്വഭാവമുള്ളവരായിരിക്കും. മനസ്സിൽ എപ്പോഴും ദുഃഖിക്കുന്നവർ. എടുത്തുചാട്ടം കൂടുതലായ ഇവർക്ക് ദാമ്പത്യ സുഖവും കുറവാകും. ഇവർക്ക് സഹോദര സ്നേഹം കൂടുതലായിരിക്കും. ഒരു പ്രതലത്തിൽ കുടഞ്ഞെറിഞ്ഞ വെള്ളത്തുള്ളികൾ പോലെ കർക്കടക രാശിയിൽ വാൽക്കണ്ണാടി രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്ന 8 നക്ഷത്രങ്ങൾ ചേർന്ന രൂപമാണ് പൂയം. പരിശ്രമശാലികളും മികച്ച വ്യക്തിത്വത്തിനും ഉടമകളായിരിക്കും. ഈ സ്ത്രീകൾ ആമയുടെയും ഞണ്ടിന്റെയും സ്വഭാവത്തോടു കൂടിയതാണ്. ഏത് കാര്യത്തിലും അല്പം മടിച്ചു നിന്നിട്ടേ മുന്നിലേക്ക് വരികയുള്ളൂ. കുലീന സ്വഭാവത്തിനുടമയായിരിക്കും ഇവർ. അന്ധവിശ്വാസത്തിന് അടിമപ്പെടാതെ യുക്തിസഹമായി പ്രവർത്തിച്ചു പോകും. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കലഹിക്കുന്ന പ്രകൃതമായിരിക്കും. കുടുംബത്തിൽ ആധിപത്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഇവർ സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. പെട്ടെന്ന് ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം വരും. സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ. കാര്യം സാധിക്കാനായി ഇവർ ഏതു മാർഗവും സ്വീകരിക്കും. ആരെയും വിശ്വസിക്കില്ല. താൻ ഇഷ്ടപ്പെടുന്നിടത്ത് അടുക്കും ചിട്ടയും പ്രതീക്ഷിക്കും. ഈ നക്ഷത്രക്കാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കും.